വെഞ്ഞാറമൂട് കൊലപാതകത്തിലെ പ്രതി അഫാനെ സെൻട്രൽ ജയിലിലാക്കി. അവിടെ സുരക്ഷിതമായ ഒരു മുറിയിലാണ് ആക്കിയിരിക്കുന്നത്. അയാൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്, ആത്മഹത്യ ചെയ്യും എന്നൊക്കെ വീമ്പിളക്കി എന്നും പറയുന്നുണ്ട്. ആ സെല്ലിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരാളെ കൂടെ പാർപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഏകനായിട്ട് അവിടെ ഇരിക്കാൻ അനുവദിക്കാതെ ജയിൽ അധികൃതർ അത് വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാളുടെ ഈ കേസിനകത്ത് കല്ലറ പാങ്ങോട്ടെ വല്യമ്മയെ കൊന്ന കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി വെഞ്ഞാറമൂടിലെ 2 കേസ്, അപ്പൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊന്നതിനും ഇയാളുടെ സുഹൃത്ത് പെൺകുട്ടിയെയും ഇളയ സഹോദരനെയും കൊന്നതും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതും, ആ കേസുകളിലേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. പോലീസിൻ്റെ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടീവ് എന്ത് എന്ന് കൃത്യമായി പോലീസിന് കണ്ടെത്താൻ കഴിയുമോ എന്ന് സംശയം. ഓരോ മർഡറും ഒന്നിനോട് വിരുദ്ധമായ രീതിയിലുള്ള മോട്ടീവായിട്ടാണ് കാണുന്നത്. വല്യമ്മയെ കൊന്ന് പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മർഡർ ഫോർ ഗെയിൻ തന്നെ. എന്തിനാണ് അപ്പൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊന്നത്? അവിടുന്ന് സ്വർണ്ണമൊന്നും പോയിട്ടില്ല എന്ന് കരുതുന്നു. പിന്നെ എന്തിനാണ് അവരെ കൊല്ലുന്നത്? അത് പകയാണ്, അവരോട് വൈരാഗ്യമാണ്. കടം വാങ്ങിച്ചു കൂട്ടിയതിൽ അവരെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അമ്മയെ കൊന്നു എന്ന് കരുതി, അമ്മ മരിച്ചു എന്ന് കരുതിയിട്ടാണ്, പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതിയാണ് കാമുകിയെയും ഇളയ സഹോദരനെയും കൊന്നത് എന്നാണ് പറയുന്നത്. ഇതൊന്നും റീസണിങ്ങിൽ അതിൻ്റെ മോട്ടീവായിട്ട് പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല. 3 സ്ഥലത്തെ മർഡർ 3 തരത്തിലാണ് മോട്ടീവായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് പോലീസിന് പൊതുവായ ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ കേസിനകത്ത് സാഹചര്യ തെളിവിലാണ് കേസ് ബിൽഡ് ചെയ്ത് കുറ്റച്ചാർജ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് സാഹചര്യ തെളിവിന് മോട്ടീവ് വളരെ പ്രധാനമാണ്. വ്യത്യസ്തമായ മോട്ടീവാണ് ഓരോ സ്ഥലത്തും നമ്മളിപ്പം കാണുന്നത്. അതുകൊണ്ട് പോലീസ് വളരെ സൂക്ഷിച്ചുവേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇയാളെ കസ്റ്റഡിയിൽ ഇനി 2 കേസിനും കൂടെ വാങ്ങിക്കണം. വെഞ്ഞാറമൂട്ടിലെ 2 കേസിനകത്തും ഇയാളെ കസ്റ്റഡി വാങ്ങിച്ചിട്ട് തെളിവെടുക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് പോലീസ് വളരെ ജാഗ്രതയോടെ വേണം ഇയാളെ കസ്റ്റഡി വാങ്ങാൻ. ഇയാൾ എൻ്റെ അഭിപ്രായത്തിൽ ഇയാളൊരു സൂയിസൈഡിലേക്ക് പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും പേരെ കൊന്നിട്ട് അവിടെ കുളിച്ചൊരുങ്ങി മിടുക്കനായി തെളിവൊക്കെ നശിപ്പിച്ച് ദേഹത്തുണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിൻസ് എല്ലാം കളഞ്ഞ് ആ ഡ്രസ്സ് മാറി പുതിയ ഡ്രസ്സിട്ട് മിടുക്കനായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സറണ്ടർ ചെയ്തത്. ഇയാൾക്ക് ഇവരോടെല്ലാം പകയും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇയാൾ തന്നെ അങ്ങ് ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു നല്ലത്. അതിലേക്ക് അയാൾ പോയില്ല. അതുകൊണ്ട് എന്തിനാണ് ഈ 3 സ്ഥലങ്ങളിലും ഇയാൾ ഇത്ര ക്രൂരമായ കൊലപാതകത്തിലേക്ക് പോയത് എന്ന് കാണുമ്പം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ട് കഴിഞ്ഞ 8 വർഷത്തെ ഇയാളുടെ മൊബൈൽ ഫോണുകളും അയാൾ ആരെയൊക്കെ വിളിച്ചിരിക്കുന്നു, ആരെയൊക്കെ പോയി കണ്ടിരിക്കുന്നു, രാത്രി സഞ്ചരിക്കുന്നത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ സുഹൃത്തുക്കളെയാണ് കാണുന്നത്, ആരാണ് ഇയാളെ വഴിതെറ്റിച്ച്, ഇയാൾ 8 വർഷമായിട്ട് അമിതമായ വ്യയം ചെയ്ത് കുടുംബത്തെ നശിപ്പിച്ചതിനാണ്. കുടുംബത്തിന് 65 ലക്ഷം രൂപ കടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇയാളാണ്. അമ്മയ്ക്ക് ആ വിവരം അറിയാം. പിതാവിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ 65 ലക്ഷം രൂപ കടമില്ല. അയക്കാണ്ട് 28,000 റിയലിൻ്റെ ഒരു കടം മാത്രമേ UAE ഉള്ളൂ എന്നാണ് ഇപ്പം പിതാവ് പറയുന്നത്. ഇത്രയും കടം വരുത്തിയ വിവരം ഭാര്യയും മകനോട് വരുത്തിയ വിവരം അയാൾക്ക് അറിവില്ല എന്ന് തന്നെ വന്നിരിക്കുന്നു. പിന്നെ ഇയാൾ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും ഇയാൾ സെർച്ച് ചെയ്തിരിക്കുക. ഇയാൾ കണ്ട സിനിമകൾ ഏതൊക്കെ എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് മലയാളികളെ ഈ അടുത്ത കാലത്ത് കുട്ടികളെ മുഴുവൻ വഴിതെറ്റിച്ച 2 സിനിമയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് മാർക്കോ എന്ന സിനിമ, അത് തീർച്ചയായിട്ടും അതിനകത്ത് വയലൻസാണ്. എങ്ങനെയാണ് കൊല്ലേണ്ടത്, കുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കേണ്ടത് എങ്ങനെ, അങ്ങനെ സർവമാനമായ വിധ്വംസ പ്രവർത്തനം എങ്ങനെ കാണിക്കാമെന്നാണ് ആ സിനിമയിൽ പ്രദർശിപ്പിച്ച് ഇരിക്കുന്നത്. ഇന്ത്യയിലെ സെൻസർ ബോർഡ് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെൻസർ ബോർഡിലെ ആൾക്കാരെയും പ്രതിയാക്കേണ്ടി വരും. ഭരണഘടന അനുസരിച്ച് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു സിനിമയാണ് മാർക്കോയും RDXും. അത് നമ്മൾ പരിശോധിക്കുമ്പം ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി നമുക്കെല്ലാവർക്കും ഉണ്ട്. അന്തസ്സോടെ
നമുക്ക് മനസമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം ഭരണഘടന 21-ാം വകുപ്പ് അനുസരിച്ച് നമുക്ക് നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 25 അനുസരിച്ച് നമുക്ക് പബ്ലിക് ഓർഡർ, സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ സംജാതമാകാൻ സെൻട്രൽ ഗവൺമെൻറ്റും അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട്. കുട്ടികളെയും ജനങ്ങളെയും വഴിതെറ്റിക്കുന്ന ഈ രീതിയിലുള്ള സിനിമകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് നിരോധിക്കാൻ സ്റ്റേറ്റിന് അവകാശമുണ്ട്. അത് ഇവിടെ നിരോധിച്ചില്ല. ഏകദേശം 8 കോടി രൂപ മുടക്കി ചെയ്ത ഫിലിം 84 കോടി രൂപ കളക്ട് ചെയ്തതും വീമ്പഴക്കിയപ്പം നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ, നമ്മുടെ ചെറുപ്പക്കാരെ, 18 വയസ്സിനകത്തുള്ള കുട്ടികളെ മുഴുവൻ ഈ സിനിമ കണ്ട് നശിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഇര തന്നെയാണോ ഈ വെഞ്ഞാറമൂട്ടിലെ അഫാൻ എന്നും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് പോലീസ് ഈ സിനിമ നോക്കണം, ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം. അഫാൻ ആ സിനിമ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു, RDX സിനിമയും അഫാൻ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം. RDXൻ്റെ പ്രൊഡ്യൂസർ, 2 സിനിമയുടെയും പ്രൊഡ്യൂസർമാരെയും അതിൻ്റെ ഡയറക്ടർമാരെയും അതിലെ അഭിനയ നേതാക്കളും സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ട് അവരെക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. RDX ഈ മാർക്കോ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് ഉണ്ണി മുകുന്ദൻ എന്ന ഒരു നടനാണ് അതിനകത്ത് ലീഡ് റോള് അഭിനയിച്ചിരിക്കുന്നത്. അനീഷ് അധേനി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദാണ്. ആ പ്രൊഡ്യൂസറും അതിൻ്റെ ഡയറക്ടറും അഭിനേതാക്കളും ഈ മാർക്കോ സിനിമയുടെ ആൾക്കാരെല്ലാം കുറ്റക്കാരാണ്. അതുകൊണ്ട് അവർക്കെതിരായിട്ട് രാജ്യദ്രോഹത്തിനെതിരായി കേസെടുക്കേണ്ടിയിരിക്കുന്നു. അത് പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും DGPയും അത് ശ്രദ്ധിക്കണം. അടിയന്തരമായിട്ട് ഇവർക്കെതിരായിട്ട് കേസെടുക്കണം. അവർക്കെതിരായിട്ട് കേസെടുക്കുന്ന ഒപ്പം തന്നെ ഇതിനകത്ത് ഈ RDX സിനിമയ്ക്ക് മാർക്കോ പോലെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസറും അതിനകത്ത് ബാബു ആന്റണി ഉൾപ്പെടെയുള്ള ആൾക്കാരും മാർക്കോയിലെ ഉണ്ണിമുകുന്ദൻ ഉൾപ്പെടെ ആൾക്കാരും, ഉണ്ണിമുകുന്ദനും സിദ്ദിഖും ജഗദീഷുമാണ് മാർക്കോയ്ക്കായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ RDXനകത്ത് ബാബു ആന്റണിയും നീരജ് മാധവനും ഷെയ്ൻ നിക്കുവും. ഇവരെ എല്ലാവരെയും സമൂഹത്തിലെ ആ ഡിഗ്നിറ്റിക്കും ആ സാമൂഹ്യമായ ഓർഡറിനും എതിരായിട്ട് ഇവരൊരു സിനിമ പടച്ചുണ്ടാക്കിയതുകൊണ്ട് അവരെയും കൂടെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സമൂഹത്തിലെ കുട്ടികളെ മുഴുവൻ തെറ്റിച്ചത് ഈ സിനിമകൾ തന്നെ. ഈ സിനിമ എത്ര പ്രാവശ്യം വെഞ്ഞാറമൂട്ടിൽ അഫാൻ കണ്ടിട്ടുണ്ടോ എന്ന് പോലീസ് നോക്കണം. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് കൊല്ലേണ്ടത്, ഏതൊക്കെയാണ് ആയുധം ഉപയോഗിക്കേണ്ടത്, അത് എങ്ങനെ തെളിവ് നശിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഈ സിനിമ വളരെ നെറേറ്റീവായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആർട്ടിക്കിൾ 21-ഉം 25-ൻ്റെ വയലേഷനാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 120 ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. ഇങ്ങനെയുള്ള സിനിമ കാണിച്ച് സമൂഹത്തെ നശിപ്പിക്കാം, അങ്ങനെ ധാരാളം പണം ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന 120B തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ രാജ്യദ്രോഹകരമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ മൊറാലിറ്റിയും പബ്ലിക് ഓർഡറിനും അത് എതിരായിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും പ്രേരണാ കുറ്റമുണ്ട് 107 പ്രകാരം. അതുപോലെ 120B സെഡീഷനും അവർ ചെയ്ത കുറ്റമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് അഫാൻ്റെ പോലെയുള്ള ഓരോരോ മർഡറുകൾ നമുക്ക് സമൂഹത്തിൽ ഇപ്പം കുട്ടികൾ ഏറ്റെടുത്ത് നടത്തുന്നത് കാണാം. നമുക്ക് ഷഹബാസിൻ്റെ കൊലപാതകം നമ്മൾ അത്തരത്തിൽ തന്നെ കാണണം. ധാരാളം കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു, അടിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ അത് ഓരോ റീലായിട്ട് വരെ ഇടുന്നുണ്ട്. ഒരെണ്ണം ഇട്ട് കഴിയുമ്പോൾ മറ്റേ ആൾ കൗണ്ടർ ഇടുന്നു. അത് എൻജോയ് ചെയ്യുന്ന കുറേ കുട്ടികളുമുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ സിനിമാ രംഗത്തുള്ള അവരുടെ സിനിമ കണ്ടും അങ്ങനെ മനസ്സു മാറിയും ഇതുപോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതും നഞ്ചക്ക് ഉപയോഗിച്ച് അടിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിലിട്ട് അത് തങ്ങളുടെ ഗ്രൂപ്പാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്, അടിക്ക് ഞങ്ങളാണ് വേന്ദ്രന്മാരെ എന്ന് ക്രെഡിറ്റ് അടിക്കുന്ന ഒരു സമൂഹം ഈ മൈനറായ കുട്ടികളിലേക്ക് വന്നിരിക്കുന്നു. 12 വയസ്സിനും 18 വയസ്സിനും അകത്തുള്ള കുട്ടികൾ, +1 വരെ +2 വരെയുള്ള കുട്ടികൾ ഇതുപോലെയുള്ള വയലൻസിലേക്ക് എടുത്തു ചാടി അത് മുഴുവൻ റീൽസായിട്ട് പുറത്ത് കൊണ്ടിരുന്നത് കാഴ്ച നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു ഇര തന്നെയായിരിക്കാം അഫാൻ എന്ന് ഞാൻ കരുതുന്നു. കാരണം അയാൾ 15 വയസ്സ് മുതൽ വീട്ടുകാരിൽ നിന്ന് അമിതമായി പണം വാങ്ങിച്ചിട്ട് ലക്ഷറി ലൈഫ് നയിക്കുന്ന ആളാണ്. അതിനൊക്കെ പ്രേരക ഘടകമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതുപോലുള്ള സിനിമയാണ്. ഈ 2 സിനിമ അല്ലാതെ ഇതേ രീതിയിലുള്ള സിനിമകൾ 2-3-4 സിനിമ കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതും ഗവൺമെൻറ് പരിശോധിക്കണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സോഷ്യൽ വിഭാഗം ആ വകുപ്പും ഇതിന് അടിയന്തരമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഏതെങ്കിലും ഒരു SHO തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഉള്ള
ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഞാൻ ഈ പറഞ്ഞ വകുപ്പുകൾ പ്രകാരം ഒരു കേസ് അടിയന്തരമായിട്ട് ഈ 2 സിനിമാ നിർമ്മാതാക്കൾക്കും ഡയറക്ടേഴ്സിനും അഭിനേതാക്കൾക്കും എതിരായിട്ട് എടുക്കുന്നതാണ് ബുദ്ധിയും. കാരണം അഫാൻ്റെ പോലെയുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സിനിമയിൽ നിന്ന് ഉണ്ടായ പ്രയോജനം കൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ഈ സിനിമാ നിർമ്മാതാക്കൾക്കെതിരായിട്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ കുട്ടികൾ ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ സെൻസർ ബോർഡ് അനുവാദം കൊടുത്താലും നമ്മുടെ സംസ്ഥാനത്ത് അത് നിരോധിക്കാനുള്ള അധികാരം ആഭ്യന്തര വകുപ്പിനും DGPക്കും ഗവൺമെൻറ്റിനും ഉണ്ടെന്ന കാര്യം മറക്കരുത്.